CJP ജയിച്ചു, BJP തോറ്റു. ഇങ്ങനെയാണല്ലോ കുറച്ചു നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ. അവർക്ക് സപ്പോർട്ട് ചെയ്തതും ആ സപ്പോർട്ട് വിജയകരമായതിനു ശേഷം അവരെ അപ്രീഷിയേറ്റ് ചെയ്ത പ്രത്യേകിച്ച് മലയാളികളോടാണ് ഒരു ചോദ്യം. പ്രതിഷേധം ഡൽഹിയിൽ മാത്രമല്ല നമ്മുടെ മൂക്കിൻ തുമ്പത്ത് നടക്കുന്നുണ്ട്. പഠിച്ച റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ട് ജോലി ലഭിക്കാത്തതിന്റെ പേരിൽ മണ്ണ് വാരി തിന്നും കർപ്പൂരം കത്തിച്ച് കയ്യിൽ വെച്ചും കല്ലുപ്പിൽ ചവിട്ടി നിന്നും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവത്തെ പോലെ കിടന്നും പ്രതിഷേധിച്ചവരാണ് അവർ. അവർക്കൊരുപക്ഷെ പാൻ ഇന്ത്യൻ റീച്ചോ ഹൈ പൊളിറ്റിക്കൽ സപ്പോർട്ടോ വലിയ സെലിബ്രിറ്റികളുടെ സപ്പോർട്ടോ കിട്ടിയെന്ന് വരില്ല. തമാശയ്ക്കായിട്ടാണെങ്കിൽ ഞാൻ എന്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയ ഒരു ഡയലോഗ് ഉണ്ട്. കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കണ്ണിലുള്ള ഉറക്കവും കളഞ്ഞിരുന്ന് പഠിക്കണവന്മാർക്ക് ജോലിയിലൊരു പക്ഷെ ഇന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ര തമാശയായിട്ട് തോന്നില്ല. 100% സാക്ഷരതാ നിരക്കുള്ളവർ എന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷെ അത് നമുക്ക് കിട്ടാൻ കാരണം നല്ല സ്കൂളുകളും നല്ല സാറന്മാരും ടീച്ചേഴ്സും ഉള്ളതുകൊണ്ടാണ്. അതേ സാറന്മാരും ടീച്ചർമാരും ആവാനുള്ളവരാണ് മഴയും വെയിലും കൊണ്ട് സമരം വിളിക്കുന്നത്. പണ്ട് തലയെ കെട്ടിയ ഒരുത്തം മലയാളികളുടെ വിദ്യാഭ്യാസത്തെ ഞോണ്ടാവന്ന കൂട്ടത്തോടെ ചെന്നവന്റെ അമ്മയ്ക്ക് വിളിച്ചവരാണ് ഇവിടെ പലരും. രാജ്യ തലസ്ഥാനത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ ഒരുമിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തവരാണ് ഇവിടെ ഉള്ള പല മലയാളികളും. മറ്റുള്ള വീടുകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വെമ്പല് കൊള്ളുന്ന നമ്മൾ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്നത്തേക്കാക്കാമെന്ന് കരുതി ബാക്കി വെക്കരുത്.